അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഏക് ഖത്ത് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തൊറഹ്കി ചീസേം ദേക്കേ അല്ലേ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഹിന്ദുസ്ഥാൻ കെ ഹർ सूबे वालों ने अपने अलग अलग स्टाल लगा रखे थे. ഹിന്ദുസ്ഥാനിലെ എല്ലാ സംസ്ഥാനക്കാരനും, സൂബ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം, സംസ്ഥാനം. ഹർ സൂബേ വാലോനെ എല്ലാ സംസ്ഥാനക്കാരും, അപ്പിനെ അലഗ് അലഗ് സ്റ്റാൾ ലഗാ രക്കേത്തെ തങ്ങളുടെ വ്യത്യസ്തമായ സ്റ്റാളുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗാ ഹോന എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്യുക, അതിനൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാരും അവിടെ വ്യത്യസ്തമായ സ്റ്റാളുകൾ സെറ്റ് ചെയ്തിരുന്നു. ഹമേം തോ സബ്സെ അച്ച രാജസ്ഥാൻ കാ സ്റ്റാൾ ലഗ, ഞങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് രാജസ്ഥാനിലെ രാജസ്ഥാൻ്റെ സ്റ്റാളാണ് തോന്നിയത് അല്ലേ. വഹാം കപ്പടെ ബഹുത് അച്ചേ സുസ്തേ ഔർ രംഗ് ബരംഗേ തെ, അവിടെ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ സ്റ്റാളിൽ കപ്പടെ വസ്ത്രം ബഹുത് അച്ചേ വളരെ നല്ലതും, സുസ്തേ വളരെ വില കുറഞ്ഞതും, ഔർ രംഗ് ബരംഗേ തെ വിവിധ നിറത്തിലുള്ളതുമായിരുന്നു, വിവിധ വർണ്ണത്തിലുമുള്ളതായിരുന്നു. രംഗ് ബരംഗ് എന്ന് പറഞ്ഞാൽ വിവിധ നിറത്തിലുള്ള എന്നർത്ഥം. कर्नाटक के स्टॉल से हमने चंदन की लकड़ी का हार खरीदा. കർണാടകത്തിൻ്റെ സ്റ്റാളിൽ നിന്ന് ഞങ്ങൾ ചന്ദൻ കി ലക്കടി ചന്ദനമരത്തിൻ്റെ ഹാർ മാല ഖരീദ വാങ്ങി. ചന്ദൻ എന്ന് പറഞ്ഞാൽ ചന്ദനം, ലക്കടി എന്ന മരം. ചന്ദൻ കി ലക്കടി ചന്ദനമരത്തിൻ്റെ ഹാർ മാല ഖരീദ വാങ്ങി. ഏക് ദോ चीज़ें भाई जान को अमेरिका बेचने के लिए भी खरीदी. ഒന്ന് രണ്ട് വസ്തുക്കൾ സഹോദരന് അമേരിക്കയിലേക്ക് അയക്കുവാൻ. ബേജിന എന്ന് പറഞ്ഞാൽ എന്താ? അയക്കുക. ബേജിന അയക്കുക. സഹോദരന് അയക്കാൻ വേണ്ടി അമേരിക്കയിലെ സഹോദരന് അയക്കുവാൻ വേണ്ടിയും വാങ്ങി. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇവളുടെ സഹോദരൻ അമേരിക്കയിലാണ് എന്ന് മനസ്സിലായി അല്ലേ. ഏക് ദോ ചീസേം ഒന്ന് രണ്ട് വസ്തുക്കൾ ഭായി ജാൻകോ സഹോദരന് അമേരിക്ക ഭേജനെ കേലിയെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടിയും വാങ്ങി. അമ്മാനെ ഏക് സാഡി ഖരീദി. അമ്മാനെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. അമ്മാനെ ഉമ്മ ഏക് സാഡി ഒരു സാഡി എന്ന് പറഞ്ഞാൽ സാരി. ഏക് സാഡി ഖരീദി ഒരു സാരി വാങ്ങി. ഓർ മേംനെ ഏക് കുർത്ത ഞാനൊരു കുർത്തയും വാങ്ങി. തുമാരെ ലിയെ ഏക് ഷാൾ ഖരീദി ഹെ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഷാൾ വാങ്ങിയിട്ടുണ്ടടി അല്ലേ. പെണ്ണിനോടല്ലേ പറയുന്നത്. നിനക്ക് വേണ്ടി ഒരു ഷാൾ വാങ്ങിയിട്ടുണ്ടടി. കശ്മീരിക്ക് സ്റ്റാൾസ് എവിടുന്നാണ് വാങ്ങിയത്? കശ്മീരിൻ്റെ സ്റ്റാളിൽ നിന്നാണ് വാങ്ങിയത്. കശ്മീരി ഷാളാണ് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. തും ആവോങ്കി തബ് വോ മിലേങ്കി, നീ വാ അപ്പോൾ തരാം അല്ലേ. തും ആവോങ്കി നീ വരും, തബു വോ മിലേങ്കി അപ്പോൾ അതാ നിനക്ക് കിട്ടും. നീ വാ അപ്പോൾ നിനക്കത് തരാം. സംജയ് മനസ്സിലായോ? ഓക്കെ, ഇന്ന് ഇത്ര മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ഓരോ വാക്കുകളും ഞാൻ വായിക്കുന്നതും ശ്രദ്ധിക്കണം, അതുപോലെ വായിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ഈ ടെസ്റ്റ് തന്നെ വായിക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം അർത്ഥം വെക്കുക. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് അയച്ചാൽ മതി. പേഴ്സണലായി ആരും അയക്കരുത്. ആരൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. മാത്രമല്ല, ഏതെങ്കിലും തിരക്കിനിടയിലാണെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഞാൻ റീഡ് ചെയ്യാതെ പോകും. അങ്ങനെ റീഡ് ചെയ്യാതെ പോയാൽ പിന്നെ പുതിയ മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ആ ടൈമിൽ നിങ്ങളെ മെസ്സേജ് റീഡ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങളത് കേൾക്കാതെ പോകും. അതുകൊണ്ട് എല്ലാവരും
അർത്ഥം വെക്കുന്നത് നമ്മളെ ആ ഗ്രൂപ്പിലേക്ക് തന്നെ അയക്കുക. ആ ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ എനിക്ക് ഫ്രീ ആവുന്ന ടൈമിൽ എല്ലാ വോയിസ് കേൾക്കാനും അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാനും സാധിക്കും. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ട് ആ നമ്മളെ ഗ്രൂപ്പിലേക്ക് വോയിസ് അയക്കുക. ഓക്കെ, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.